ചോദിക്കുമ്പോൾ കറക്റ്റ് സമയത്തിന് വേണം, പരിപാടി കറക്റ്റായി പോകണം. അറിയാലോ, അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് എല്ലാം കറക്റ്റായി പോകണം. ഓ ഇങ്ങ് വന്നേ. അവനോട് നിൽക്കാൻ പറ. നീ അവിടെ നിൽക്കേ. വല്ലതും കഴിച്ചാടാ? ഞാൻ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. മെമ്പർ കഴിച്ചോ? ഞാൻ കഴിച്ചു. നമ്മുടെ പയ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയേ ഉള്ളൂ. വൈകുന്നേരത്തെ സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ. സമ്മേളനമൊക്കെ അവിടെ നിൽക്കട്ടെ, വേറെ കാര്യമുണ്ട്. എന്തോ പറ. വെട്ടുകൊണ്ട് മരിച്ച പ്രകാശനില്ലേ, ഇപ്പൊ എന്നതാ പ്രസിഡന്റ് സെക്രട്ടറി രണ്ടുപേരും വിളിച്ചിരുന്നു. നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്നല്ലോ. പ്രവർത്തകനൊന്നും പറയാൻ പറ്റില്ല, പിന്നെ 1-2 സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അനുഭാവി ഇല്ലേ? മനസ്സിലായില്ലേ? അവൻ നമ്മുടെ അനുഭാവി. അപ്പോ നമ്മുടെ അനുഭാവിയായിട്ടുള്ള ഒരുത്തനെ വെട്ടിക്കൊന്നിട്ട് ഒരുത്തൻ അങ്ങനെ സ്മൂത്തായിട്ട് രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ അവൻ ഷാജി, അവന് എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമായി ചെയ്താണോ നമുക്കറിയില്ല. അവനങ്ങനെ പാർട്ടിയൊന്നുമില്ല. എടാ, നമുക്ക് നമ്മുടെ കൂടെ വരുന്നില്ല, നമുക്കറിയില്ല. മനസ്സിലായില്ലേ? അവനെന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ വെട്ടിക്കൊന്നതാണ്, നമ്മുടെ അനുഭാവിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുത്തരം അങ്ങനെ സ്മൂത്തായിട്ട് രക്ഷപ്പെടണ്ട. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. നമ്മൾ അവനെ പൊക്കി 4 എണ്ണം കൂടി തകർത്താക്കിയാലേ ഈ പറഞ്ഞ പ്രകാശം നമ്മുടെ പാർട്ടിക്കാരനാവും. രക്തസാക്ഷിയാണ്. അതിന് കുറച്ച് സമയം വേണം. മനസ്സിലായില്ലേ? എല്ലാരും എല്ലാം ഒന്ന് മറക്കണം. അത് കഴിയുമ്പോ അനുശോചനം, സ്മരണ, വാർഷികം നമുക്കും വേണ്ടടാ. അങ്ങനെ അർത്ഥനെ എങ്കിലേ പിള്ളേരിറങ്ങാൻ പറ. ലേറ്റ് ആവും തോന്നുന്നു ചിലപ്പോ. സ്കൂട്ടർ ഒരു 3-3.5 മണിക്കൂർ മുമ്പ് അവന്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ നിന്ന് പനൂര് ഭാഗത്തേക്ക് പോയിണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ മെമ്പറെ, അവന്റെ ഒരു കത്തിയുണ്ട്, അടുത്ത് അങ്ങനെ വീശിയാല. എടാ, വീശ നമ്മുടെ ഇല്ലേ കത്തി? എടാ, ആദ്യം അവൻ വീശണം. അവനൊന്ന് വീശിയ കളി മാറി. നിനക്ക് മനസ്സിലായ? ഇനി അഥവാ അവൻ വീശിയില്ലെങ്കിൽ നിനക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ നമ്മളെ പിള്ളേരെ മാത്രം പോയാ 4 എണ്ണം പരവുള്ള റേറ്റുള്ളൂ. നീ വിളിക്കട്ടെ, ഞാൻ കൂടെ വിളിച്ച് പറയാം ബാലുവിനെ. ബാലുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. നീ ധൈര്യമായിട്ട് വിട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഭാഗത്തൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് രാവിലെ എന്നെ പ്രസിഡന്റ് വിളിച്ചത്. മനസ്സിൽ വെച്ചു. സമയം പാഴാക്കണ്ട. എന്നാ ശരി. വാ, വണ്ടി എടുക്കാം.